എനിക്ക് നക്ഷത്രത്തിന്റെ കഥ പറഞ്ഞു തരുമോ? നക്ഷത്രത്തിന്റെ കഥയോ? ഒരു കുഞ്ഞു വീട്ടില് ഇമ്മക്കുട്ടനെ പോലെ ഒരു കുഞ്ഞു വാവയുണ്ടായിരുന്നു. അവന് ഒത്തിരി കൂട്ടുകാരുണ്ടായിരുന്നു. പക്ഷെ അവന് ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരൻ ആകാശത്തായിരുന്നു. ഓരോ രാത്രി ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴും അവൻ ആദ്യം ചോറിലേക്ക് നോക്കില്ല, ജനലിലൂടെ പുറത്തോട്ട് നോക്കും. അവിടെ ആകാശത്ത് മറ്റുള്ള നക്ഷത്രങ്ങളെക്കാൾ അല്പം കൂടുതൽ മിന്നുന്ന ഒരു നക്ഷത്രം. കുഞ്ഞ് പതുക്കെ ചിരിച്ചാൽ ആ നക്ഷത്രം കണ്ണിറുക്കും. ആർക്കും അറിയില്ലായിരുന്നു അത് അവരുടെ രഹസ്യമായൊരു സൗഹൃദമാണെന്ന്. പല രാത്രികളിലും കുഞ്ഞ് മനസ്സിൽ സംസാരിക്കും, വാക്കുകളില്ലാതെ. നിനക്ക് തണുപ്പ് തോന്നുന്നില്ലേ? ഇത്ര ഉയരത്തിൽ ഒറ്റയ്ക്ക് ഭയമില്ലേ? നക്ഷത്രം മറുപടി പറയില്ല, പക്ഷേ കൂടുതൽ മിന്നും. ഒരു രാത്രി കുഞ്ഞുറങ്ങാൻ കിടക്കുമ്പോൾ ഒരുപാട് നേരം ആകാശത്തോട്ട് നോക്കി. പിന്നെ പതുക്കെ പറഞ്ഞു, നീ ഒരിക്കലെങ്കിലും എൻ്റെ അടുത്ത് വരണം. എനിക്ക് നിന്നെ തൊടണം, നിന്നോട് സംസാരിക്കണം. അന്ന് രാത്രി നക്ഷത്രം സാധാരണ പോലെ മിന്നിയില്ല. അല്പം കൂടുതൽ നേരം തിളങ്ങി. അടുത്ത ദിവസം രാവിലെ കുഞ്ഞുണർന്നപ്പോൾ വീട്ടുപറമ്പിലെ ഒരു മരത്തിൽ അല്പം വ്യത്യസ്തമായ ഒരു സാധനം കണ്ടു. ഇലകൾക്കിടയിൽ ഒരു പുതുമ. അവൻ ഓടിച്ചെന്നു. അവിടെ ഒരു കായ. രൂപം കണ്ടപ്പോൾ അവൻ്റെ ഹൃദയം ഒന്ന് കുലുങ്ങി. ഒരു നക്ഷത്രം പോലെ. അമ്മയത് പറിച്ചുകൊണ്ടുവന്ന് കയ്യിലെടുത്ത് പറഞ്ഞു, ഇത് നക്ഷത്രപ്പുള്ളിയാണ്. കുഞ്ഞൊന്നും പറഞ്ഞില്ല, പക്ഷെ അവൻ അറിയാമായിരുന്നു ഇതവൻ്റെ കൂട്ടുകാരനാണ്. അന്ന് വീട്ടിൽ വിരുന്നുകാരുണ്ടായിരുന്നു. അടുക്കളയിൽ ഉരുളി ചൂടായി, മസാലയുടെ മണം പരന്നു. അമ്മ നക്ഷത്രപ്പുള്ളിയെ സ്നേഹത്തോടെ കഴുകി, അരികുകൾ ചീകി ചെറിയ കഷ്ണങ്ങളാക്കി. കുഞ്ഞു നോക്കി നിന്നു. ഓരോ കഷ്ണത്തിലും അവൻ തൻ്റെ നക്ഷത്രത്തെ കണ്ടു. ഉരുളി ചേർന്നപ്പോൾ ചൂടുണ്ടായിരുന്നു, പക്ഷേ നക്ഷത്രം കരഞ്ഞില്ല. അത് സന്തോഷിച്ചിരുന്നു, കാരണം അവൻ്റെ കൂട്ടുകാരൻ്റെ അടുത്തല്ലേ. ഭക്ഷണത്തിന് എല്ലാവരും ഇരുന്നു. ചോറിന് മുകളിൽ ഒരു ചെറു അച്ചാറ് കഷ്ണം. കുഞ്ഞത് കയ്യിലെടുത്തു. എന്നിട്ട് മുറ്റത്തിറങ്ങി ആകാശത്തേക്ക് നോക്കി. അവിടെ എല്ലാ നക്ഷത്രങ്ങളും മിന്നി നിന്നു. പക്ഷെ ഒരുത്തം മാത്രം കുഞ്ഞിനെ നോക്കി കണ്ണിറുക്കി. കുഞ്ഞ് ചിരിച്ചു. ഇപ്പോൾ അവൻ്റെ കൂട്ടുകാരൻ രണ്ടിടങ്ങളിലുണ്ട്, ആകാശത്ത് നക്ഷത്രമായും കൂടാതെ ചോറിനൊപ്പം അച്ചാറായും. ഇമ്മക്കുട്ടി ഇനി നക്ഷത്രപ്പുള്ളി കഴിക്കുമ്പോൾ ഓർക്കണം, ആകാശത്തുനിന്ന് ഇമ്മക്കുട്ടനോട് കൂട്ടുകൂടാൻ വന്ന് നക്ഷത്രവാദെന്ന്. കേട്ടോ? ഇമ്മക്കുട്ടിക്ക് കഥ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ട സൂപ്പർ കഥയാ.